ഹലോ നമസ്കാരം. ഞാനിവിടെ തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, പിന്നെ ഒരു സവാള ഇടുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ, നല്ല തേങ്ങ അരച്ച മീൻ കറിയാട്ടോ. ഇതോടെ നിർത്തിയിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി, ഇന്ന് നമ്മൾ തേങ്ങ അരച്ച മീൻ കറിയാണ്. ഞാൻ എടുത്തിരിക്കുന്ന മീൻ വന്നിട്ട് ചുമന്ന കോരയാണ്, പിങ്ക് കളറിലുള്ള. ഇവിടെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഇപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിലോട്ട് തന്നെ നമ്മൾ അരച്ച അരപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ബാക്കിയുള്ള അരപ്പും കൂടെ നല്ലോണം കഴുകി ഈ ഈ കടായിലോട്ട് ഒഴിക്കുക കേട്ടോ. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ആയതിന് ശേഷം വേണം ഗ്യാസ് ഓൺ ചെയ്യാൻ. ഇതൊരു എളുപ്പത്തിലുള്ള തേങ്ങ അരച്ച മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കറിവേപ്പില ഞാൻ ഓൾറെഡി ഇടാൻ പറഞ്ഞിട്ടുണ്ട്, അതും ഇട്ടതിന് ശേഷം അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇവിടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടംപുളിയാണ് നമ്മുടെ മീനിന് കൂടുതൽ ടേസ്റ്റും നല്ല പുളിയും മണമൊക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പം കുറച്ച് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വലിയ വലിയ പീസാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ടാക്കി ഇങ്ങനെ ഒന്ന് തൊട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇറുന്ന് വന്നോളും. അത് നമുക്ക് ഒന്ന് കട്ടാക്കി ഇടാം. എന്നിട്ട് ബാക്കിയുള്ള വെള്ളവും കൂടെ ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ കുടംപുളി ഇട്ട മീനെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിനുള്ളിൽ മാത്രമല്ല, അയൽപക്കം കൂടി നല്ല മണമായിരിക്കും. അപ്പോൾ ഇതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തേച്ച് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കാൻ വിടാം. ഒരു തിള വന്നാൽ മതി കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് തിളയ്ക്കാൻ വിടുക. അപ്പോൾ ഇത് ബോയിൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് മൂടി മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് ഫിഷ് വേണോ അത് കട്ട് ചെയ്ത് ഇതിലോട്ട് ഇടാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ്, ഞാനിന്ന് ചുമന്ന കോരയാണ്, പിങ്ക് കളറിലുള്ള ഫിഷില്ലേ, അത് വേറെ സ്ഥലത്ത് എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ചുമന്ന കോര എന്ന് പറയും, ഇല്ലെങ്കിൽ ശങ്കര എന്ന് പറയും. അപ്പോൾ ആ മീൻ ഞാനിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ മീൻ ഇട്ടതിന് ശേഷം ഒത്തിരി അങ്ങ് ഇളക്കരുത് കേട്ടോ. ഒന്നുകിൽ പിടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് കടായി ആട്ടി ഒന്ന് ഷേക്ക് ചെയ്ത് ഇളക്കാവുന്നതാണ്. അല്ലെങ്കിൽ മീനെ തൊടാണ്ട് വെറും ഇങ്ങനെ നടുവിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് നല്ലോണം ചേരാൻ വേണ്ടിയിട്ട് ഞാൻ മെല്ലെ ബാക്കിയുള്ള ചാറൊക്കെ ഇല്ലേ, ലിക്വിഡായിട്ടുള്ള, അപ്പോൾ അതൊക്കെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുന്ന കൂട്ടാൻ നല്ല ടേസ്റ്റാണെന്നാണ് പറയുക അല്ലേ. അപ്പോൾ വൺസ് ഫിഷ് ഇട്ടതിന് ശേഷം സിമ്മിൽ വെച്ച് ഒരു 10 മിനിറ്റ്സ് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി ചെക്ക് ചെയ്യുകയാണ്, ഒന്നും അടി പിടിച്ചിട്ടില്ലല്ലോ എന്ന്. നമ്മൾ സിമ്മിലല്ലേ വെച്ചത്, അപ്പോൾ ഒന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കടുക് വറക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനും കൂടെ വെച്ചിട്ട് അതിലേക്ക് ഫസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം ഇന്ന് ഞാൻ കടുക് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ 2 സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ കടുക് വറക്കാൻ പോവാണ്. അപ്പോൾ ഒരു കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റാണ്. കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ നോർമൽ സവാള ഇട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ ആകണം. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ടോളൂ, പക്ഷേ മീനിൻ്റെ ഉപ്പിൻ ചെക്ക് ചെയ്തതിന് ശേഷം വേണം. അപ്പോൾ ഇത് നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ഇടുക. പിന്നെ
കുറച്ച് കറിവേപ്പില ഫ്ലേവറിന് വേണ്ടിയിട്ടും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ കടുവറ മീൻ കറിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് റെഡിയായ മീൻ കൂട്ടാൻ്റെ പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കടുവറുത്ത ഉള്ളിയും എന്താ പറയുക കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ കടുവറുത്തത് ഇടുമ്പോഴും മൊത്തത്തിൽ കുത്തി ഇളക്കാൻ പാടില്ല. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇടയ്ക്കൊക്കെ ഈ കടുവറുത്തതും എണ്ണയെല്ലാം കൂടെ ഒന്ന് ചേരുന്ന പോലെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ചേക്കാം. അതിൻ്റെ ആ ഫ്ലേവറും മണവും എന്താ പറയുക ആ ടേസ്റ്റും ഒക്കെ കൂടി ഒന്ന് ചേരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാനിന്നിവിടെ കുറച്ച് ചോറിൻ്റെ കൂടാണ്, വേറെ ഒന്നും വേണ്ട മീൻ കറി ഉണ്ടെങ്കിൽ അല്ലേ. നമുക്ക് മലയാളികൾക്ക് മീൻ കറിയും ചോറുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.